ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ വീടിൻ്റെ ഗാർഡൻ ടൂറാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ചെടികളൊക്കെ വച്ചിട്ടുണ്ട്. നമ്മൾ വന്നത് തൊട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ കുറേ ചെടികളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ മഴ സീസണാണ്. അപ്പോൾ ചെടികളൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഇത് ഒരു തരം പാമാണ്. പലതരത്തിലുള്ള പാം വച്ചിട്ടുണ്ട്. അറ്റം വരെ ഉണ്ട്. ഇതൊരു ചേമ്പ്. ഇത് നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്നതല്ല, അല്ലാതെ കാട്ടുചേമ്പ്. ഇവിടെ ഇതുപോലെ ഒരു നടപ്പാത പോലെ കൊടുത്തിട്ടുണ്ട്. അത് താഴോട്ടുള്ള ആ ഒരു സ്ഥലത്ത് ഇറങ്ങാനാണ്. അപ്പോൾ അത് ഒരു ചെറിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. അവിടെയും തെങ്ങ്, മറ്റ് വാഴ അങ്ങനെയുള്ളതൊക്കെയാണ് ആ താഴെ ഭാഗത്ത്. ഇപ്പോൾ നല്ല മഴയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്. അത് നമ്മുടെ ചെടിക്കൊക്കെ നല്ലതാണ്. ഇതിൽ കുറേ ചെടികളൊക്കെ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ വീട്ടിൽ അതിൽ ഞാൻ ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഗാർഡൻ ടൂറ്, നമ്മുടെ ആ വീട്ടിലെ ഗാർഡൻ ടൂറ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ചെമ്പരത്തി, പല വെറൈറ്റി ചെമ്പരത്തിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മിനി തെറ്റിയാണ്. ഇതും ഒരു ചെമ്പരത്തി മൊട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, മഞ്ഞ ചെമ്പരത്തി. പക്ഷെ തറയിൽ, ഞാൻ ചട്ടിയിലാണ് അവിടെ വച്ചിരുന്നത്. തറയിൽ വെച്ചതിന് ശേഷം നിറയെ മൊട്ടുകളും പൂക്കളുമൊക്കെ ഉണ്ട്. നന്നായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു റോസ് ഇപ്പോൾ നമ്മൾ മറ്റേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ വെച്ച് ഇതിൽ വല്ലപ്പോഴും ഒരു പൂവ് അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കൊണ്ടുവന്ന് വച്ചതിന് ശേഷം നമ്മൾ ചട്ടി പോലും മാറ്റിയിട്ടില്ല. അതേ ചട്ടിയിൽ തന്നെ, പക്ഷേ നല്ല വെയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം നിറയെ പൂവും മൊട്ടുമൊക്കെ ധാരാളമുണ്ട്. അപ്പം മഴ തുള്ളികൾ വീണിട്ട് അത് വെയിറ്റ് കൊണ്ട് താഴ്ന്നു പോയി. അപ്പം നമ്മൾ ഗാർഡൻ്റെ ഈ ഒരു ഏരിയ ഇവിടെ കുറച്ച് ചെടികൾ, ചമ്പ, ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ പുതിയതായി കുറേ വാങ്ങി, കുറച്ചൊക്കെ നമ്മൾ മറ്റേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഒരുപാട് ചട്ടികൾ കൊണ്ടുവന്നു. ഇവിടെയും കുറച്ചൊക്കെ വാങ്ങി. പിന്നെ ഇവിടെ പടിയുണ്ട്. ഇപ്പം താഴെ വാഴ അങ്ങനെയുള്ളതൊക്കെ വച്ചിട്ടുണ്ട്. കരിവേപ്പ്, പിന്നെ ഇവിടെ ധാരാളമായി ഉള്ളത്
തേക്കാണ്. തേക്ക് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇലകൾ കൊഴിയുന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നമ്മൾ ദിവസവും രാവിലെ എണീറ്റ ഉടനെ ഇലകളിങ്ങനെ ഒരു കമ്പി വെച്ച് ഞാൻ കുത്തിയെടുത്ത് കളയും. അപ്പം അത് കുറച്ച് ജോലിയുണ്ട്, എന്നാലും ഇത് നല്ല ഭംഗിയാണ് കാണാനായി. പിന്നെ ഇവിടെ ധാരാളം വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. ചെറിയൊരു കുഴി എടുത്താൽ മതി, അതിൽ വെള്ളം നിറയും. അപ്പോൾ അത് നമ്മൾ ഇവിടെ പണി ചെയ്യുമ്പോൾ വെറുതെ ഒന്ന് കുഴിച്ചതാണ്. അപ്പോൾ അതിൽ വെള്ളം നിറച്ച് കിടക്കുന്നുണ്ട്. കുറച്ച് തെങ്ങിൻ തൈ വെച്ചിട്ടുണ്ട്. ഇത് ചെമ്പകം. ഇത് ലില്ലിയാണ്. ലില്ലി നേരത്തെ ഉണ്ടായിരുന്നത് കുറേ അധികം തൈ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇവിടെ ഇളക്കി വെച്ചു. മിക്ക ദിവസവും ഇതിൽ പൂവുണ്ടാകാറുണ്ട്. ഇത് കാർ പാർക്കിംഗ് ഏരിയ. ഇവിടെ ഒരു സ്വിംഗ് ഉണ്ട്. ഇവിടെ റെഡ് പാം. ഇവിടെ ഇരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല. ഇവിടെ അധികം വെയിലില്ല. നല്ല ഉച്ചയാവുമ്പോൾ വെയിൽ കുറച്ച് വരും. ഒട്ടും സമയം പോകുന്നതേ അറിയില്ല. നല്ല റിലാക്സേഷനാണ് ഇവിടെ ഇരിക്കുമ്പോൾ. നല്ല കാറ്റ്, അതുപോലെ നല്ല കാറ്റ്, നല്ല അന്തരീക്ഷം. സമയം പോകാൻ നമുക്ക് വേറെ ഒന്നും തന്നെ വേണ്ട. ഇവിടെ ഇരിക്കുന്നത് നല്ല ഒരു ഫീലാണ്. ഇവിടെയും വാഴയൊക്കെയാണ്. തെങ്ങ്, വാഴ, പിന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുറ്റത്ത് ഈ ഒരു പുല്ലാണ് വെച്ചിരിക്കുന്നത്. ഇത് കുറച്ചിപ്പോൾ ഇനി ട്രിം ചെയ്യാറായി. ഇപ്പോൾ കുറച്ച് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചട്ടി, കറിവേപ്പില, അങ്ങനെ വീട്ടിന് അത്യാവശ്യമുള്ളതൊക്കെ വയ്ക്കണം. പിന്നെ നമുക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ചെടികൾ നമ്മൾ നട്ട് വളർത്തുകയാണെങ്കിൽ അത് മനസ്സിന് നല്ലൊരു സന്തോഷം തരും. അതിപ്പോൾ ഒരുപാട് ഏരിയ ഇല്ലെങ്കിലും കുറച്ച് സ്ഥലമാണെങ്കിലും കുറച്ച് ചെടി വെച്ചിട്ട് നമ്മൾ അതിനെ പരിചരിക്കുകയും അത് കാണുകയും ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു മനസ്സിന് നല്ലൊരു സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ അതിന് ഒരുപാട് സ്ഥലം വേണമെന്നില്ല. ഉള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ചെറിയ ബാൽക്കണിയെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറച്ചൊക്കെ ചെയ്യാം. അത് നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഈ ഒരു ഓർണമെൻ്റൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെയും ഈ ഒരു ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. അതും ഇടയ്ക്ക് കുറച്ച് കരിഞ്ഞതുപോലെയൊക്കെ നിന്നു. ഇപ്പോൾ വീണ്ടും കുറച്ചൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരു പാം വെറൈറ്റി. താഴെയും കുറച്ച് വെച്ചിട്ടുണ്ട്. അത് വേറൊരു പ്ലാന്റ്. ഇതൊരു ചുമന്ന പൂവുണ്ട്. ഒരു ജിഞ്ചർ വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ഇതും ഇങ്ങനെ ലൈനായിട്ട് അറ്റം വരെ ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇത് ആമ്പൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് വാങ്ങിയ നല്ലൊരു കളറ്. ഇത് വാങ്ങുമ്പോൾ 1000 രൂപ ഉണ്ടായിരുന്നു. ഒരു ബേസിൻ, ഇതുപോലെ ഒരു ബേസിനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 1000 രൂപയാണ്, 1000 രൂപ കൊടുത്താണ് വാങ്ങിയത്. അപ്പോൾ നല്ല 2-3 കളേഴ്സ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടു. പക്ഷേ കൊണ്ടുവന്നതിന് ശേഷം ഡെയിലി പൂവുണ്ട്. അതുകൊണ്ട് നമ്മൾ കാശ് ചിലവാക്കിയതിന് അതിൽ ഏറെ സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട്. ദിവസവും പൂക്കും, ദിവസവും പൂ കാണും. അപ്പോൾ ഉച്ചയാകുമ്പോൾ അത് വാടും, പിന്നെയും അടുത്ത ദിവസം എണീക്കും. ധാരാളം മൊട്ടുകളുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെ. അതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ കണ്ണിന് നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ ഈ ഭാഗത്തായിട്ടൊരു കിണറുണ്ട്. കിണറിൽ ഈ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചക്കറികൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് വലുതായി. വിളവൊക്കെ എടുത്തതിന് ശേഷം വിളവെടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഈ സൈഡിലും പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരറിയില്ല. ഇത് നല്ലൊരു പൂവാണ്. ഇതിപ്പോൾ കുറേ വർഷമായി ഇത് പൂത്തിട്ട്. ഇപ്പോൾ ഇത് തറയിൽ വെച്ച ഉടനെ തന്നെ നല്ലൊരു മൊട്ട് വന്നിട്ടുണ്ട്. ചട്ടിയിലാണ് നേരത്തെ വെച്ചിരുന്നത്.